മലയാളികളുടെ സ്വന്തം വാനമ്പാടിയാണ് KS ചിത്ര. ആരാധകരുടെ സ്വന്തം ചിത്രാമ്മയായും ചിത്രച്ചേച്ചിയായും ഇപ്പോഴും ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്ര. 1979 MG രാധാകൃഷ്ണനാണ് ചിത്രയെ സംഗീത ലോകത്തിന് പരിചയപ്പെടുത്തിയത്. പിന്നീട് ഈ ഗായിക മലയാള ഗാനരംഗത്തെ അതുല്യ പ്രതിഭകളിൽ ഒരാളായി മാറുകയായിരുന്നു. ഇപ്പോഴിതാ ചിത്രയുടെ വിശേഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറക്കാനാകാത്ത സംഭവത്തെക്കുറിച്ചാണ് വീഡിയോ. അവതാരകയായ രഞ്ജിനി ഹരിദാസാണ് തുറന്നു പറയുന്നത്. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോ മുതൽ തുടങ്ങിയ സൗഹൃദമാണ് ചിത്രയും രഞ്ജിനിയും തമ്മിലുള്ളത്. ചിത്രയുടെ ദുഃഖത്തിലും സന്തോഷത്തിലുമെല്ലാം രഞ്ജിനി ഒപ്പം നിന്നിട്ടുണ്ട്. ഇന്ന് ചിത്രയുടെ വിവാഹ വാർഷികം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 ആളുകൾക്ക് സന്തോഷകരമായ വാർഷികം ആശംസിക്കുന്നു. ദമ്പതികളാവുകയും ഇന്ന് അവർ വിവാഹിതരായതിൻ്റെ 37ാം വർഷം ഒരുമിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്നു. എൻ്റെ പൂച്ച ചേച്ചിക്കും വിജയൻ ചേട്ടനും ഇവിടെ നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ജീവിതകാലം ആശംസിക്കുന്നു. നിങ്ങൾ മനുഷ്യരെന്ന നിലയിൽ ധ്രുവങ്ങളിലായി വേറിട്ടു നിൽക്കുന്നു. ചുറ്റും പ്രചോദിപ്പിക്കുന്ന സമയത്തിൻ്റെ പരീക്ഷണമായി നിലകൊള്ളുന്ന ഒരു വിജയകരമായ സംയോജനമാണ് നിങ്ങൾ. എൻ്റെ ജീവിതത്തിൽ നിങ്ങളെ 2 പേരും ഉള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒന്ന് ശാന്തമായ സ്നേഹശക്തിയായും മറ്റൊന്ന് ആഞ്ഞടിക്കുന്ന സുനാമി പോലെയും. നിങ്ങളുടെ പ്രത്യേക ദിനത്തിൽ ഒത്തിരി സ്നേഹം ചിത്ര ചേച്ചി, വിജയൻ ചേട്ടാ എന്നാണ് വിവാഹ വാർഷിക ആശംസകൾ നേർന്ന് രഞ്ജിനി ഹരിദാസ് കുറിച്ചത്. 1987 KS ചിത്രയുടെയും വിജയശങ്കറിൻ്റെയും വിവാഹം. പിന്നീട് 15 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇവർക്ക് ഒരു മകൾ ജനിച്ചു. നന്ദന എന്നായിരുന്നു മകളുടെ പേര്. മകളുടെ വരവിന് ശേഷം ചിത്രയുടെ ലോകം കുഞ്ഞായിരുന്നു. എന്നാൽ 2011 ഏപ്രിൽ 14 ദുബായിലെ എമിറേറ്റ്സ് ഹില്ലിലുള്ള നീന്തൽ കുളത്തിൽ വീണ് നന്ദന മരണപ്പെടുകയായിരുന്നു. മകളുടെ മരണം തളർത്തിയപ്പോഴും ചിത്രയ്ക്കായി കരുത്തായി എപ്പോഴും അടുത്തു നിന്നവരിൽ ഒരാൾ രഞ്ജിനിയായിരുന്നു. ജീവിതത്തിൽ ഞാൻ ഏറ്റവും വില കൽപ്പിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിലാണ് ചിത്ര ചേച്ചി എന്നാണ് രഞ്ജിനി പറയാറുള്ളത്. ഒരു കുടുംബാംഗത്തെ പോലെയാണ് തങ്ങളെന്നും രഞ്ജിനി പറയുന്നു. തനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയായിരിക്കുമെന്നും രഞ്ജിനി പറയുന്നുണ്ട്. അതേസമയം തന്നെ നല്ല പെൺകുട്ടിയാക്കി മാറ്റാൻ ചിത്ര എപ്പോഴും ശ്രമിക്കുകയായിരുന്നു. രഞ്ജിനി പറയുന്നുണ്ട്. തങ്ങളുടെ സ്വഭാവങ്ങൾ തമ്മിലുള്ള അന്തരത്തെക്കുറിച്ചും ഇവിടെ രഞ്ജിനി ചൂണ്ടിക്കാണിക്കുന്നു. എന്നെ ഒരു നല്ല പെൺകുട്ടിയാക്കി മാറ്റാൻ ചേച്ചി എപ്പോഴും ശ്രമിക്കുമായിരുന്നു. കാലിന്മേൽ കാലുകയറ്റി വെച്ചിരുന്നാലോ ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചാലോ ചേച്ചിയുടെ മുഖം മാറും. ഒന്ന് പോ ചേച്ചി എന്ന് ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുമെന്നാണ് രഞ്ജിനി പറയുന്നത്. ചിത്ര ചേച്ചിയെ താൻ ഒരിക്കലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ലെന്നും രഞ്ജിനി പറയുന്നു. എത്ര ക്ഷീണിച്ചാലും അത് പുറത്തു കാണിക്കാത്ത ചിത്ര ആരോടും നോ പറയാറില്ലെന്നും